എടുക്കാൻ എന്ത് നീ പിള്ളേർ പറഞ്ഞു അതിനകത്ത് ചിലപ്പോൾ പുഴുവെല്ലാം കയറി ഇരിക്കാന്ന് അറിയത്തില്ല സ്ട്രോബെറിക്കകത്ത്. ഇത് ആനയൊന്നും അല്ല. ഞാനെന്തായാലും എടുത്തു നോക്കട്ടെ. അയ്യോ ഇത് വലുതല്ല കുറച്ചുകൂടെ. അയ്യോ പിള്ളേരെ നിങ്ങൾ പറഞ്ഞ നേരതെ എന്റെ കുട്ടിയാനാ പറഞ്ഞിട്ട് നീ കേൾക്കണ്ടായോ? ആന വലുതായിട്ട് വരുന്നു. പിള്ളേർ ആന ചിലപ്പോൾ ഇനി വലുതാവോ? ഇത് എന്തിനാണ് നമ്മൾ കണ്ടിട്ടേ ഇല്ലല്ലോ ഈ ആനെ. അയ്യോ പിള്ളേരെ അപ്പൊ ഈ വലുതാവും ഇത്. പെട്ടെന്ന് നമുക്ക് പോവാം ഇവിടുന്ന്. ഇങ്ങനെ വാ പിള്ളേരെ എളുപ്പം. എവിടെയെങ്കിലും ഇരിക്കുന്ന ആനയെ കുത്തി ഇളക്കിച്ച് വരുന്നു നമ്മള്. അയ്യോ ആന വലുതായി ഓടിക്കോ. സ്ട്രോബെറി ആന എന്നെ അറിയത്തില്ല ഇവർക്ക്. ഇങ്ങോട്ട് ഇറങ്ങാൻ മണി. ഇനി അടുത്ത കുറുക്ക് ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇതെന്താ പറ്റി ശാന്ത? ചെയ്തൊന്ന് ഗർഭിണിയായോ? അയ്യോ എന്റെ നടുവൊന്ന് ഉളുക്കി. നടുവെട്ടി എന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് മര്യാദക്കിനോട് പറഞ്ഞ പിള്ളേർ പറഞ്ഞത് അതെങ്കിൽ ആനയാണ് അവിടെ നമുക്ക് അതെങ്കിൽ അതിനകത്ത് നിന്ന് തൊടണം. അത് ഞാൻ തൊട്ടിട്ടല്ലേ ഇത് വലുതായത്. നടുവിന് നല്ല വേദന ഉണ്ട് ചേച്ചി. അവിടെ ചെന്നെങ്കിൽ തൈലിട്ട് തരുമ. ഇവിടെ ഈ സംസാരിക്കാൻ നമുക്ക് പെട്ടെന്ന് അങ്ങ് റൂമിലോട്ട് പോകാം. ആ ആന നമ്മുടെ പുറകെ വന്നാലോ? അത് നേരാ, പെട്ടെന്ന് വാങ്ങി തരും. ഓ നടക്കാൻ പാട്. ശാന്തേച്ചി ഞാൻ പിടിക്കണം. ഞാൻ കയ്യെ പിടിച്ച് നടത്താം. ആ ഒരു താങ്ങ് വാങ്ങിയാലേ. ഇതോ രണ്ടെണ്ണം പോന്ന് പോക്കുന്നുണ്ടോ അച്ഛനും മോളും. ഇതോ ഒരു മൈൻഡ് ഇല്ലാതെ പോയപ്പോ നിങ്ങളാണല്ലോ എന്നെ ഒന്ന് പിടിച്ചോണ്ട് പോകാന്. കൊച്ചു കുട്ടുപോകാൻ വരെ എന്നെ പിടിച്ചേക്കുന്നു. എന്നിട്ട് ഈ അമ്മണി നോക്ക് എന്തോ ചെയ്യാനാണ്. ഇതേ അമ്മണി അച്ഛനും കൂടെ പോയി. വയ്യാതെ വന്നു കഴിഞ്ഞാൽ മറ്റവളെ തിരിഞ്ഞു നോക്കത്തില്ലല്ലോ. ചേട്ടന് ദേഷ്യമായിരിക്കും. ചേച്ചി പറഞ്ഞനുസരിക്കാതെ പോയത്. അതിനായിരിക്കും ചേട്ടനൊക്കെ ദേഷ്യപ്പെട്ട് പോകുന്നത്. എന്നാലും ഈ അമ്മണിപ്പെട്ട് കണ്ടില്ലേ ഓടിപ്പോ? എന്താ കുട്ടുമ്പോൾ എന്നെ പിടിച്ചോണ്ട് വരുന്ന കണ്ടില്ലേ? ആ ബെസ്റ്റ്. ഇതേ അവന് ഓടിക്കളഞ്ഞ്. എന്തോ കാലമൊക്കെ അന്ന്. ഓ ഈ ശാന്തത എഴുന്നേറ്റ് എപ്പോ വരാനാ? സന്തോഷം അവിടെ നാട് വെട്ടിയിരിക്കുന്നു പറഞ്ഞില്ലയോ? നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നോ? കുട്ടുമ്പോ കൂടെ നിന്ന് ലാസ്റ്റ് അവന് ഓടിക്കളഞ്ഞു. അതവന്റെ സ്ട്രോബെറി എടുക്കും പറഞ്ഞിട്ടുണ്ട്. അല്ല ശാന്തത്തിന് ഇപ്പോഴും പേടിച്ചവന്റെ മുഖം. ഓ എന്റെ ആ ഷോക്ക് മാറിയില്ല നാണിയമ്മ. ആ ആന ഇങ്ങനെ പൊങ്ങി വന്നപ്പോഴത്തെ ഞാൻ തൊട്ടപ്പോഴേ അതെനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അതാ എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ. സാറേ കെയർടേക്കർ വിളിക്കുന്നു. ഇതെന്താ റൂം ബോയ് വന്ന് വിളിക്കുന്നില്ല? കെയർടേക്കർ ഞങ്ങൾ അന്വേഷിച്ചു. എന്താ കാര്യം? പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എല്ലാ ആൾക്കാരും അകത്ത് കയറ്റുക. ആ എന്താ പറഞ്ഞില്ല, ഇൻഫർമേഷൻ അറിയില്ല. വേഗം വന്നിട്ട് അവർ വിളിച്ചതല്ലേ. മാഡം ഹറി പ്ലീസ്. Okay, what happening here? No, I don't know, madam. What a pity. But it's a beautiful place. എന്തിനാ വിളിപ്പിച്ചത്? സാറേ എല്ലാവരും പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി. അതുകൊണ്ടാണ്. എന്റെ പൊന്നെ പുലിയോ? നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് ഭാര്യ ആയിപ്പോയി. അല്ലെങ്കിൽ നമ്മൾ ആ ദൂരെ എങ്ങനെ ഓടിപ്പിടിച്ച് ഇവിടെ എത്തിയേനെ. ആ ശരി സാർ, ഞങ്ങൾ ആ റൂമിലോട്ട് പോവാം. ശരി ആ മദാമെ വിളിച്ചിട്ട് അവരെ കാണുന്നില്ലല്ലോ. ആ ഗൈഡും മദാമയും കൂടെ പോയേക്കുന്നത്. What's happening here? മോളെ മിണ്ടാക്കി മോളെ. അവരെയൊക്കെ മദാമെന്നൊക്കെ പറയാതെ. Excuse me sir, what happened? അയ്യോ ഞാൻ ഇവിടുത്തെ ആരുമല്ല. ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസിയാണ്. ഓ സോറി. ഐ ആം നോട്ട് എ എന്തുവരുന്നത് ആ കെയർ ടേക്കർ. ദിസ് ഈസ് എ കെയർ ടേക്കർ ആൻഡ് യു ക്യാൻ ചോദിക്കാം ഇവരോട്. Okay fine. പ്ലീസ് കം ഹിയർ. മാഡം യുവർ നെയിം പ്ലീസ്. Okay, my name is Nedasha. ഈ ചേട്ടൻ എന്തിനാ ഈ മദാമയുടെ പേരൊക്കെ ചോദിക്കേണ്ട ആവശ്യം എന്തുവാ? അയ്യോ മാഡത്തിന്റെ കാല് തട്ടി തോന്നുന്നു അവിടെ. അയ്യോ എന്തിനു പറ്റിയോ മാഡം? No problem, but very painful. അയ്യോ മാഡത്തിന് നല്ല കാലുവേദന ഉണ്ടല്ലോ. ഓ ഞാൻ ഹെൽപ്പ് ചെയ്യാം. മാഡത്തിന്റെ റൂം നമ്പർ എത്താ ഞാൻ അങ്ങോട്ട് പിടിച്ചാക്കാം. മാഡത്തിന്റെ റൂം നമ്പർ 110. കം മാഡം പ്ലീസ്. ഇത് കൊള്ളാനായാണ് എന്റെ കാല് തന്നെ തട്ടിയിട്ടാണെങ്കിൽ എന്റെ നടു ഒടിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒന്ന് നോക്കിയാ തിരിഞ്ഞ്. ഇതിപ്പോ ആ മദാമയെ പോയി പിടിച്ചേക്കുന്നത്. അവരെ എന്നിട്ട് കൊണ്ട് റൂമിലാക്കാന്ന്. അവരെ കയ്യെ പിടിച്ചോണ്ട് ഇത് നോക്ക്. ഞാൻ ഇത്രയും നേരം നടന്നു വന്നത്. ആ കുട്ടുമ്പോഴും പിന്നെ ആ ശാരദയും പിടിച്ചില്ലായിരുന്നെങ്കിലോ? ശാരദ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് ഈ മനുഷ്യൻ എന്നിട്ട് തിരിഞ്ഞു നോക്കി എന്നെ എന്നിട്ട്. അയ്യോ എന്തോ ശാന്തി എന്തോ പറയുന്നത് ആരും കേൾക്കത്തില്ലേ? ശാന്തിച്ച് മിണ്ടാക്കി. ശാന്തിച്ച് മോശം കേട്ടോ. ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയല്ലേ. സാറേ ആ ലിഫ്റ്റ് വഴി വേണേ കയറിക്കോ. ഞാൻ നോക്കിക്കോളാം. ഇനി ഞാനെങ്ങനെ മുകളിലോട്ട് കയറി? എന്റെ പൊന്നു ശാന്തി ഒന്നും മിണ്ടായിരിക്കാൻ. എന്തോ വീട്ടിൽ കിടന്ന് വഴക്കെടുത്ത് വിളക്കുമെന്ന് വഴക്കടല്ലേ. ഇതൊക്കെ വേറെ ആക്കാനുള്ള സ്ഥലം ഇത്. എന്താ വേണം പ്രശ്നം? ഒന്നുമില്ല. പൊക്കോ. എന്തൊന്ന് പോകാന്? ഞാൻ എങ്ങനെ പോകുന്നത് മേലോട്ട്? എന്റെ പൊന്നു ശാന്തിച്ചത് മിണ്ടായിരിക്കാൻ. എന്താ മേഡത്തിന് എന്താ പ്രശ്നം? ഞാൻ അവിടെ അങ്ങ് ആനെ കണ്ട് ഓടി. എന്റെ നാട് വെട്ടിയിരിക്കും. ആ മനുഷ്യൻ എന്നിട്ട് എന്നെ തിരിഞ്ഞു നോക്കി. എന്റെ ഭർത്താവ് അത് അയാൾ എന്നെ എന്നിട്ട് ഇത്രയും ദൂരം പിടിച്ചിട്ട് വന്നതുമില്ല. എന്നെ തിരിഞ്ഞു നോക്കിയത് പോലും ഇല്ല. ഇപ്പൊ ആ മദാമ എന്നെ അയാൾ പിടിച്ചിട്ട് പോയാണ്ടില്ല. ആ മദാമയുടെ കാലൊന്നും തട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനി മോളോട്ട് എങ്ങനെ കയറും? ഇനി ഇവരെന്നെ പിടിച്ചിട്ട് പോകണോ? ഓ അതൊക്കെ പറഞ്ഞ് നമ്മൾ വഴക്കിടുന്നത് ശരിയല്ലല്ലോ. പിന്നെ നിങ്ങൾ എന്നെ പിടിച്ചിട്ട് പോകും മോളോട്ട്.
സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ കുറെ എണ്ണങ്ങൾ. ശാന്തിച്ച് നടന്ന് ഞങ്ങൾ പിടിച്ചോണ്ട് പോകാം മുന്നോട്ട്. വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഞാൻ ഇവിടെ കിടന്നോളാം ഈ തെണ്ണേല്. മേഡം ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ഡെപ്യൂട്ടേഷനെ ബാധിക്കുന്നത്. അയ്യോ, മാനേജർ വരുന്ന ഒച്ചപ്പാട് ബഹളം കേട്ടെന്ന് തോന്നുന്നു. എന്താ എന്താ ഇവിടെ പ്രശ്നം? അല്ല സാറേ, ഒന്നുമില്ല. അത് പിന്നെ ചേച്ചിക്കാണെങ്കിൽ കാല് വയ്യായിരുന്നു. അപ്പോൾ ചേട്ടനാണെങ്കിൽ മോളോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് മറ്റേ ഒരു താമസക്കാരിയാണല്ലോ ഇവിടുത്തെ ഒരു മദാമ, ഫോറിൻ കൺട്രി ഉള്ള ഒരാൾ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് വയ്യാതെ കാലെന്തോ തട്ടി ഇവിടെ. അപ്പോൾ ഇവർ ചേട്ടനാണെങ്കിലേ ആ പുള്ളിക്കാരത്തെ പിടിച്ച് മോള് കൊണ്ടുപോയി. അതിനാണെങ്കിൽ ഒരു പ്രശ്നം. ഓഹോ, അതിനെന്തിനാ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അദ്ദേഹം അവരെ കൊണ്ടാക്കിയിട്ട് വരുമല്ലോ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി. അത് കൊള്ളാം. ഭാര്യയ്ക്ക് വയ്യത്തപ്പോഴത്തേക്ക് മറ്റുള്ളവരെയാണ് നോക്കേണ്ടത്, ഭാര്യയാണ് നോക്കേണ്ടത്. അത് തന്നെയല്ല, ഞങ്ങളിത് ആ കണ്ടത്തിൽ നിന്ന് കയറി വരും ഇങ്ങോട്ട്, ആ സ്ട്രോബറി തോട്ടത്തിൽ നിന്ന്. അവിടെ തൊട്ട് ഇവിടെ വരെ ഇവരെന്നെ പിടിച്ചിട്ടുണ്ട്. ആ മനുഷ്യനെ തിരിഞ്ഞൂർ നോക്കിയില്ല. അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ. ഇവിടെ പക്ഷേ ഒരു സീൻ ഉണ്ടാക്കല്ലേ. ചേച്ചിയോടൊന്നും മിണ്ടായിരിക്കാൻ പറഞ്ഞ് കേൾക്കത്തില്ല. ശാന്ത, നീ ഒന്നും അടങ്ങ് ശാന്തേ. നീ വാ, പെട്ടെന്ന് വാ, നമുക്ക് മോളോട്ട് കയറി പോവാം. ഇല്ലില്ല, ഞാൻ വരത്തില്ല. ഞാൻ ഇവിടെ തന്നെ കിടക്കും. ഞാൻ തിണ്ണയ്ക്ക് കിടക്കും. ഈ സ്ത്രീ കുറച്ച് വാശിയില്ലാന്ന് തോന്നുന്നു സാറേ. വാശിയും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ, ഇത് ഇവിടെ ഒരു ഞങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യണ്ടേ? വാശി നിങ്ങളാണെന്നുള്ള തീരുമാനിക്കുന്നത്. എനിക്ക് വാശിയായിരുന്നു. കുറെ നേരം അയാൾ നമ്മൾ ചൊറിയുന്നു. ഇത് എന്റെ വാരിക്ക് തന്നെ കേൾക്കണമെങ്കിൽ ഇറങ്ങി പോടോ. ഹലോ ഹലോ ഹലോ, അയാളൊന്നും പറയണ്ട. ഇതേ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ വെക്കേറ്റ് ചെയ്ത് പോയിക്കോ. ഞാൻ അതിന്റെ ക്യാഷ് റീഫണ്ട് ഞങ്ങൾ തന്നേക്കാം. അമ്മയ്ക്ക് എന്തിട്ട് കേൾക്കാന്ന് ഇത് പറയുന്നത്? വേറെ എവിടെ കിട്ടും ഇനി? ഒന്നാമത് പുലി ഇറങ്ങിക്കോ സാറേ, ഞങ്ങളെ ഇപ്പം ഇറക്കി വിടല്ലേ. ശരി ശരി, ഒരു 10 മിനിറ്റ് സമയം തരാം. നിങ്ങൾ അതിന് മുമ്പ് ഇവിടുന്ന് പോകാൻ നോക്കട്ടോ. അല്ലെങ്കിൽ ആ സ്ത്രീയെ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ശാന്തി ചേച്ചി ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ടോ? പറഞ്ഞനുസരിക്ക്. അമ്മേ, ശാന്തി ചേച്ചിയുടെ കയ്യിൽ നിന്ന് പിടിച്ചേ. ഇങ്ങോട്ട് വാ ചേച്ചി. വെറുതെ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ആ മനുഷ്യനെ റൂമിലോട്ട് വരട്ടെ, എന്നാലും ഞാൻ പറഞ്ഞ് കേൾപ്പിക്കാം. ചേച്ചി ഇങ്ങനെ അടുത്ത് വഴക്കുണ്ടെന്ന് കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ട് നമ്മൾ ഈ പുരി എടുത്ത് ഇറങ്ങി പോകാൻ പറ്റുമോ? അവർ നമ്മളിവിടെ ഇറക്കി വിട്ടത് എന്തോ എൻ്റെ അവസ്ഥ. ചേച്ചി എന്ത് കാണിക്കുന്നത്? ഇതിപ്പോൾ ചേച്ചി കൊണ്ട് തന്നെ ഞങ്ങളോട് പെട്ടുപോയല്ലോ. ഞാനും പിള്ളേരെ കൊണ്ട് എന്ത് ചെയ്യും ഇപ്പം? അമ്മയും കൂടെ ഞാൻ നിങ്ങളവർക്കൊന്നും പറയുന്നില്ല ഇപ്പം. എന്തായാലും ഞാൻ ആ മനുഷ്യൻ രണ്ടെണ്ണം പറഞ്ഞിട്ടേ ഉള്ളൂ കാര്യം. അതിന് നിങ്ങൾ തന്നെയാണ് കാണിച്ചു ശരിയാന്ന് അച്ഛൻ. അമ്മയ്ക്ക് അങ്ങ് വയ്യ എന്നിട്ട് പിടിച്ചോ? ഇല്ലല്ലോ, ഞാൻ പോലും അമ്മയെ പിടിച്ചില്ല. എന്നിട്ട് കുട്ടുമ്പോൾ പിടിച്ചല്ലോ. എനിക്കറിയത്തില്ലടാ, ഇങ്ങനെ അമ്മയ്ക്ക് കുറച്ച് വാശി കൂടുതലാ. ഇനി അതൊന്നും നമുക്കിപ്പോൾ മനസ്സിലാക്കില്ല. കല്യാണം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഇതൊക്കെ. എന്തൊരു മനുഷ്യരാണോ എന്ത്. എന്തോ സന്തോഷം ചിരിച്ചോണ്ട് കയറി വരുന്നേ. അതല്ല, ഞാനെങ്കിലേ പൊട്ട ഇംഗ്ലീഷ് പറഞ്ഞ് ഞാൻ മദാമ എൻ്റെ ഇത് മലയാളം പഠിച്ചെന്ന് തോന്നുന്നു. ഇപ്പൊ പോരിഞ്ഞാടി തുടങ്ങും. ആ പുലിയുടെ കാര്യം പറഞ്ഞാൽ എൻ്റെ പൊന്നെ, പുലിയെങ്കിൽ അവിടെ പറമ്പിലുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടടി. മദാമ ആ പാടെ പേടിച്ചിരിക്കുമോ പുലിയുടെ കാര്യം പറഞ്ഞു കേട്ടപ്പോഴും? ഓ, മദാമയുടെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. മദാമ പേടിച്ചിരിക്കുന്നത് അറിയാം, അവർക്ക് കാല് വേത്ത കാര്യങ്ങൾ അറിയാം. നിങ്ങൾ എൻ്റെ കാര്യം എന്നെ അറിയാമോ? എന്താണ് പ്രശ്നം? പിന്നെ നിങ്ങൾ എൻ്റെ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ പിടിച്ച് ഇവിടെ കയറ്റിയോ? ഞാൻ അങ്ങനെ ഇവിടെ കയറി നിങ്ങൾ അറിഞ്ഞോ? അത്രയും ദൂരം ഞാൻ ഇവിടെ നടന്നു വന്നു. ഇവരെന്നെ എന്നെ പിടിച്ചോണ്ട് വന്നത്, ശാരദയും കുട്ടുപോനും കൂടെ. എന്നിട്ട് നിങ്ങൾ എന്നെ താങ്ങിയോ? നിങ്ങൾ മദാമ നിങ്ങൾക്ക് താങ്ങാൻ അറിയായിരുന്നല്ലോ. ആ തുടങ്ങിയോ? എന്താണ് ഞാനിപ്പോൾ എന്താ ഒരു പയ്യനോടെ ഞാൻ പിടിച്ചോണ്ട് കയറ്റിയത്? ഞാനിപ്പോൾ എന്താ വേണമെന്ന് ഇവിടെ നിൽക്കാൻ ഭയങ്കര എല്ലാവരും ഇറങ്ങിയോ? ഇപ്പൊ തന്നെ നമുക്ക് സ്ഥലം വിടാം. പുലിയെ നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. ഇപ്പൊ തന്നെ ഇറങ്ങാൻ എല്ലാവരും. ബാഗ് എടുത്ത് എല്ലാവരും ബാഗ് എല്ലാവരും. സോ നിങ്ങൾ രണ്ടാളും കുടിക്കുന്ന തുടങ്ങി അങ്ങനെ ഒന്നും മിണ്ടായിരിക്കും സന്തോഷേ. പിന്നെ നിങ്ങൾ കേട്ടില്ലേ അവിടെ അഹങ്കാരം? പിന്നെ എന്റെ അഹങ്കാരമാണ് ഞാൻ പറഞ്ഞുള്ള കാര്യം പറഞ്ഞത്. ഇടി എനിക്ക് എന്താ വേണോടി? ഞാൻ വേറെ ഒന്ന് ചോദിക്കാം കേട്ടോ. ഞാൻ അവരോട് അവരുടെ രാജ്യത്ത് പോയോ? അവരുടെ കൂടെ ഞാൻ അവരെ ആ റൂമിൽ കൊട്ടാക്കാണ്ടി പോയത്, അവർക്ക് ആര് വെത്തോണ്ട് പിടിച്ചിട്ട് പോയത്. സന്തോഷം ഒന്നും മിണ്ടായിരിക്കും സന്തോഷേ. ഞങ്ങൾ മുമ്പ് താഴെ നിന്നപ്പോൾ ശാന്തിച്ച് എന്തൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആ മാനേജർ എങ്കിൽ വന്ന് പറഞ്ഞു ഇങ്ങനെ അവരുടെ ഡെപ്യൂട്ടേഷന് ബാധിക്കുന്നൊക്കെ പറഞ്ഞതാ. ഇനി നിങ്ങൾ ഇവിടെ കിടന്ന് മേളം വെച്ചാൽ അവർ കേൾക്കും കേട്ടോ. അതിവിടെ പറയുന്നത് പറഞ്ഞു കേട്ടില്ല. ഇവൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഇപ്പൊ തന്നെ പോവാം, എടുക്കും സാധനം എടുക്ക്. ഇത് പുലി ഇറങ്ങിയിട്ട് എങ്ങനെ പോകാനാ നമ്മള്? ആ പുലിയെ നിൽക്കട്ടെ, ഇങ്ങോട്ട് ഇവിടെ വന്ന് നിൽക്കട്ടെ, ഇറങ്ങും. ഞാൻ തന്നെ പോവാ വീട്ടിൽ തിരിച്ച്. സന്തോഷം നീ ഒന്ന് അടങ്ങ്. ശാന്തിച്ച് പിന്നെ അത്ര അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിനങ്ങ് പറഞ്ഞു. കാരണം ശാന്തിച്ചിക്ക് അത്രയും കാല് വയ്യായിരുന്നു. അപ്പം സന്തോഷമൊന്നും പിടിക്കേണ്ടതായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ശാന്തിക്ക് അറിയത്തില്ല. ശാന്തി എന്ത് പ്രയാസപ്പെട്ട എന്നെ പിടിച്ചത് പറ. അത്ര താങ്ങി ശാന്തിക്ക് കൈവാൻ എടുക്കുന്നില്ല എന്നെ പിടിച്ചിട്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അറിയാം. ഞാൻ എത്ര ദിവസം പറഞ്ഞു എന്റെ കാല് വയ്യാന്ന്. ഇപ്പൊ ഇവരൊന്ന് പിടിച്ചത് പോലെ നിങ്ങൾ കണ്ടതല്ലേ. പിന്നെ എന്താ ഞാൻ പ്രത്യേകിച്ച് എന്ത് പറയാം? അതാകുമ്പോൾ നിങ്ങളോട് തന്നെ പറഞ്ഞു അല്ലല്ലോ. പക്ഷെ നിങ്ങൾ നടത്താനുള്ള പരിപാടി ഇല്ലേ? ഞാൻ ഇപ്പൊ വരുവോ? കട വരെ പോയിട്ട് വരട്ടെ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കുറച്ച് ചൂട് കോഫി കുടിച്ചിട്ട് വരട്ടെ. പക്ഷെ എനിക്ക് സന്തോഷമായിട്ട് വന്നതാ. ഇത് എന്തൊരു കഷ്ടം പിടിച്ച കാര്യം എന്ന് പറ. ശാന്ത, നീ ഇത്ര ദേഷ്യം മാറ്റി. നീ ഇനി എത്ര പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇനി ഇത് മതി കേട്ടോ. ഇതിനെക്കുറിച്ച് ഇനി ഒന്നും മിണ്ടരുത് കേട്ടോ. ഞാൻ വരുമ്പോഴേ ഇനിയൊന്നും പറഞ്ഞില്ല. എന്തായാലും രണ്ടെണ്ണം പറഞ്ഞില്ല, എത്ര മതി. അത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി മിണ്ടായിരിക്കും. നീ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ വല്ല ആവും പ്രശ്നം. എന്നാൽ പിന്നെ പിള്ളേരൊക്കെ ഉറങ്ങാൻ നോക്കുന്നു. നീ കിടന്ന് ഒന്നും കഴിക്കാൻ പോകുന്നത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്തോട്ടൊന്നും മിണ്ടായിരിക്കും കൂട്ടുപോനെ. പുലി പിടിച്ചു തന്നെ എന്തെങ്കിലും പിടിച്ചു തന്നേട്ടെ.
ശാന്തേച്ചി ഇനി ഒന്ന് റിലാക്സ് ചെയ്യും, ഒന്ന് കിടക്ക്, കാലൊക്കെ ഒന്ന് ഞങ്ങൾ തൈലോട്ട് വരാൻ തിരുമ്പി തരാം. അല്ലെങ്കിൽ നിങ്ങൾ വേണം എല്ലാം ചെയ്തു തരാം, ആ മനുഷ്യൻ എന്നെ ചെയ്തു തരുമോ? നിർത്ത്, ഈ വിഷയത്തെക്കുറിച്ച് ഇനി സംസാരിക്കരുത് കേട്ടോ ശാന്തേ, ഞാൻ പറഞ്ഞേ നീ വേണ്ടത് നീ ഈ വിഷയത്തെക്കുറിച്ച് നിർത്തി. അവിടെ പുതിയ കണ്ടേര് പുലി കേട്ടോ, എവിടെ കണ്ടു സന്തോഷ്? ചാടി പറന്നു വരുമായിരുന്നു. ഞാൻ ആ കടയിലോട്ട് പോകുന്ന തുടങ്ങിയപ്പോഴത്തേക്ക് കടയുടെ ബാക്കിൽ തന്നെ നിൽക്കുന്നു വെച്ചാൽ എന്റെ തൊട്ടടുത്ത്. ഇതിപ്പോ ഇപ്പൊ കണ്ട പിന്നെ കിങ്ങിനി ഞാനും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് കേട്ടോ, അത്ര ഡിസ്റ്റൻസ് ഞാൻ കണ്ട്. ഞാൻ പെട്ടെന്ന് ചാടിക്കയറുന്ന പെട്ടെന്ന് ചാടിക്കുന്നത് എന്നെ പുറത്തോട്ട് ചാടിയനെ അത്. അവരെന്നെ എന്നെ മഴ പറഞ്ഞു ഇപ്പൊ പുറത്ത് പോയതിന്. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും പോയത്. പിന്നെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടെന്ന് പറയാം. അത്യാവശ്യം വലിയ പുലി തന്നെ, ഇടത്തൊരു അത്യാവശ്യം വലിയ പുലി. മറ്റേ ആനയെ വല്ലതും കണ്ടോ? ആനയൊന്നും കണ്ടില്ല. സന്തോഷം പിള്ളേരൊന്നും കഴിച്ചില്ലല്ലോ, ഇനിയിപ്പോ ഇങ്ങനെ ഫുഡ് വാങ്ങിക്കാൻ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. എനിക്ക് കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോ വനപാലകരെ അവർ വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവർ വന്നിട്ട് ഇവരെ പിടിച്ചോണ്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് വാങ്ങിക്കാം. വണ്ടി വരുന്ന സൗണ്ട് കേട്ടല്ലോ, വനപാലകരാന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ, സിറ്റോട്ടി നോക്കട്ടെ. ഫോറസ്റ്റാണ് വണ്ടി തന്നെ.